കരിപ്പൂർ വിമാനത്താവള ചുറ്റുമതിൽ തകർന്ന് കൂറ്റൻ പാറ പതിച്ച് കുടിവെള്ള ടാങ്ക് തകർന്ന് അപകടമുണ്ടായി എന്നുള്ള വാർത്ത വരുന്നു. കൊണ്ടോട്ടി ചിറയിൽ ചുങ്കം സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് തകർന്നത്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ പി അക്ബർ, കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ എങ്ങനെയാണ് തകർന്നത്? അത് ആ പാറ ഒരു കുടിവെള്ള ടാങ്കിലേക്ക് പതിക്കുന്നു. അങ്ങനെ വലിയൊരു അപകടമാണോ അവിടെ ഉണ്ടായത്? തീർച്ചയായും സുജയ പർവതി, വലിയൊരു അപകടം. തലനാരിഴയ്ക്ക് ആളുകൾക്ക് അപായം സംഭവിക്കാതെ മാറി നിന്നൊരു അപകടം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. കൊണ്ടോട്ടി ചിറയിൽ ചൊങ്കം സ്വദേശി കോട്ടപ്പറമ്പ് മേലേക്കാട്ട് ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് ഈ ഒരു അപകടത്തെ തുടർന്ന് തകർന്നിരിക്കുന്നത്. വീട്ടിൽ ഈ ഒരു കുടുംബമില്ലാതിരുന്ന സമയത്താണ് ഈ ഒരു അപകടം സംഭവിച്ചത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. അതായത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണം നിലവിൽ പുരോഗമിക്കണം, അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ. അതിനിടയിൽ ശക്തമായ മഴ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിലും കരിപ്പൂർ പോലെയുള്ള നഗര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ റൺവേയോട് ചേർന്നിട്ടുള്ള വിമാനത്താവളത്തിന്റെ ചുറ്റുമതിലും അതോട് ചേർന്ന് നിൽക്കുന്ന ഈ കൂറ്റൻ പാറകളും ഭീഷണിയാണെന്ന് തന്നെ അവിടെയുള്ള കുടുംബങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചുറ്റുമതിലിന്റെ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ ദ്രവിച്ചുകൊണ്ട് അപകടമുണ്ടാകാനുള്ള സാധ്യത കുടുംബം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഈ ചുറ്റുമതിൽ തകർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന കൂറ്റൻ പാറ തൊട്ടപ്പുറത്തെ ഈ ഷാഹുലിന്റെ വീട്ടിലേക്ക് അടർന്നു വീഴുന്നത്. വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിന്റെ കുടിവെള്ള ടാങ്കും ഈ ഒരു അപകടത്തെ തുടർന്ന് തകരുകയായിരുന്നു. ഒരു പക്ഷേ വീട്ടിൽ ആ ഒരു സമയത്ത് ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഭീഷണിയുള്ള ഈ മതിലുകൾ പൊളിച്ചു മാറ്റണമെന്ന് അവിടെയുള്ള നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു അപകടം ആ ഒരു മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് മുബഷിർ പി അക്ബറാണ്. കൂറ്റൻ പാറ മതിൽ തകർന്ന് വീണത് പതിച്ചാണ് ചുങ്കം സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്ക് തകർന്നത്. അതായത് അപകടം തൊട്ടടുത്താകണമെന്നില്ല, അത് കുറച്ച് ദൂരെ നിന്നായാലും വന്ന് പതിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് മഴ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. അപകട സാധ്യതയിലുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിന്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് കോതി ഒതുക്കുക. വഴിയിലൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലും അക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും വൈദ്യുത ലൈനുകളിലേക്കൊക്കെ ഈ മരക്കഷണങ്ങൾ ശിഖരങ്ങളൊക്കെ പൊട്ടി വീഴുന്നുണ്ട് കാറ്റിൽ. അപ്പോൾ അതുവഴിയൊക്കെ പോകുന്ന വാഹനയാത്രികർ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, കരുതലോടെയുള്ള സുരക്ഷിതമായ യാത്രയാകട്ടെ എല്ലാവർക്കും.